ഐഫോൺസിൻ്റെ ഇനി വരാൻ പോണ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ വേർഷനായ iOS 15 ഇപ്പോൾ എന്തുവാണെന്നുള്ള കാര്യം ആപ്പിൾ കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അത് ഡെവലപ്പർ ആണെങ്കിൽ നമുക്ക് ഡെവലപ്പർ ബീറ്റ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതായത് iOS 15ൻ്റെ ഡെവലപ്പർ ബീറ്റ 1 ഇപ്പോൾ അവൈലബിൾ ആണ്. അതും ഈ iOS 15-നകത്ത് ഏറ്റവും ഹൈപ്പിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. അതായത് iOS 15 ഏതൊക്കെ ഡിവൈസിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ നോക്കാൻ നേരത്ത് iPhone 6s തൊട്ട് എല്ലാ ഫോൺസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഈ iPhone 6s എന്ന് പറയുന്ന ഫോൺ, അല്ലെങ്കിൽ iPhone 6s, 6s Plus, അല്ലെങ്കിൽ iPhone SE ഫസ്റ്റ് ജനറേഷൻ, ഈ 3 ഫോണും ഏതാണ്ട് ഒരു 6 വർഷമായിട്ടുള്ള ഫോൺസാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനിയും ഒരു ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയ പബ്ലിക് വേർഷനായ iOS 14 ഏതൊക്കെ ഫോൺസിനകത്ത്, ഏതൊക്കെ ഐഫോൺസിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ആ ഐഫോൺസിനകത്ത് എല്ലാത്തിനകത്തും iOS 15 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാനിവിടെ iPhone SE ഫസ്റ്റ് ജനറേഷനകത്ത് ഈ iOS 15ൻ്റെ ഡെവലപ്പർ ബീറ്റ 1 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ iPhone SE ഫസ്റ്റ് ജനറേഷനകത്ത് കാണുന്ന കാര്യങ്ങളെല്ലാമാണ് iPhone 6sലും 6s Plusലും കിട്ടാൻ പോണത്. അത് നമുക്ക് iPhone SE ഫസ്റ്റ് ജനറേഷനകത്ത് iOS 15 എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ബാറ്ററി ലൈഫ് തരുന്നത്, ആ കാര്യങ്ങളെല്ലാം iPhone 6sനകത്തും 6s Plusനകത്തും അതേ കണക്ക് തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് നോക്കാൻ പോണ കാര്യങ്ങൾ എന്ന് പറയുന്നത് iOS 15 നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് നമ്മുടെ ഈ iPhone SE ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ iPhone 6s, 6s Plusനകത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേ കണക്ക് തന്നെ ഏതൊക്കെ ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതൊക്കെയാണ് നോക്കാൻ പോണത്. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പബ്ലിക് ബേറ്റയോ അല്ലെങ്കിൽ ഇതൊരു പബ്ലിക് വേർഷനോ അല്ല, ഇത് ഡെവലപ്പർ ബേറ്റയാണ്. അതും അത് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളില്ലാത്ത നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇതൊരിക്കലും നിങ്ങളുടെ പ്രൈമറി ഡിവൈസ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിവൈസിൽ പോലും ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതായത് നിങ്ങൾക്ക് ബേറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പബ്ലിക് ബീറ്റ വേർഷൻ ജൂലൈയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇതിനെക്കാട്ടിയും സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതല്ല, നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കുവാണെങ്കിൽ പബ്ലിക് റിലീസ് നമുക്ക് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ കാണും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ iOS 15 ഈ iPhone SE ഫസ്റ്റ് ജനറേഷനകത്ത് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിനകത്ത് തന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത്, ഈ ഫോണിനകത്ത് കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് iOS 14.6-നകത്ത് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, സ്പീഡും കാര്യത്തിനകത്ത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്പീഡും കാര്യത്തിനകത്തൊക്കെ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലോണം തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലിരിക്കുന്ന ഐഫോണിന് 16 GB സ്റ്റോറേജ് മാത്രമേ ഉള്ളെങ്കിൽ ഈ ബേറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 2.18 GB മാത്രമാണ്. അത് നമ്മൾ ഒരു ആപ്സും ഇൻസ്റ്റാൾ ചെയ്യാതെ നോക്കുമ്പോഴാണ് ഈ 2.18 GB കാണിക്കുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സിലേക്ക് കയറാം. അപ്പോൾ ഫീച്ചേഴ്സിലേക്ക് പോകാൻ നേരത്ത് ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ടൈമിനകത്തും മെസ്സേജിനകത്തും വന്ന മാറ്റങ്ങളാണ്. അതിനകത്ത് ഫേസ് ടൈമിനകത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഫേസ് ടൈം എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് നമുക്ക് ആ ഇൻ്റർഫേസ് തന്നെ മാറിയിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ക്രിയേറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷനുണ്ട്. അതുകൂടാതെ ന്യൂ ഫേസ് ടൈം എന്നൊരു ബട്ടനും കാണുന്നുണ്ട്. നമ്മൾ ഈ ന്യൂ ഫേസ് ടൈം ബട്ടനകത്ത് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഫേസ് ടൈം കോൾ തുടങ്ങാൻ പറ്റും. അതും ഫേസ് ടൈം കോൾ തുടങ്ങി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ലേ ഔട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസിനകത്ത് തന്നെ മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മുടെ കൺട്രോൾസ് എല്ലാം ഇപ്പോൾ മേളിലാണ് കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് മെസ്സേജ് എന്ന് പറഞ്ഞൊരു കൺട്രോളും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് അമർത്തുവാണെങ്കിൽ നമുക്ക് മെസ്സേജ് ആപ്പിലേക്ക് ഡയറക്റ്റായിട്ട് പോകണമുണ്ട്. അതിവിടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫേസ് ടൈം ആപ്പിനകത്ത് വേറെ കുറച്ച് നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് സ്പേഷ്യൽ ഓഡിയോ എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ ഉണ്ട്, പിന്നെ പോർട്രേറ്റ് മോഡ് ഉണ്ട് ഫേസ് ടൈം ചെയ്യുമ്പോൾ തന്നെ. അതുകൂടാതെ തന്നെ ആംബിയൻ നോയ്സ് ക്യാൻസൽ ചെയ്യുന്നൊരു മൈക്ക് മോഡും ഉണ്ട്. പക്ഷേ ഈ 3 ഫീച്ചേഴ്സും നമ്മുടെ ഈ iPhone SE ഫസ്റ്റ് ജനറേഷൻ, iPhone 6s, iPhone 6s Plusനകത്ത് കിട്ടത്തില്ല. അതും ഈ ഫീച്ചേഴ്സ് കിട്ടുന്ന ഫോൺസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A12 ബയോണിക് ചിപ്പ് അല്ലെങ്കിൽ അതിന് മേളിലുള്ള പ്രൊസറുള്ള ഫോൺസിൽ മാത്രമാണ്. നമുക്ക് ഈ 3 നല്ല ഫീച്ചേഴ്സ് കിട്ടുന്നില്ലെങ്കിൽ പോലും ആപ്പിളിലൂടെ എല്ലാ കാര്യത്തിലും നമുക്ക് കുഴപ്പങ്ങൾ വരുത്തിയിട്ടില്ല. അത് നമുക്ക് ചില ഫീച്ചേഴ്സൊക്കെ അവർ തന്നിട്ടുണ്ട്, അത് നമുക്ക് വേണ്ട ഫീച്ചേഴ്സൊക്കെ അവർ തരുന്നുണ്ട്. അതിനെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫേസ് ടൈം കോൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫേസ് ടൈം ലിങ്ക് ഉണ്ടാക്കാൻ പറ്റും. ആ കോളിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ആ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കോൾ അല്ലെങ്കിൽ ഈ ഫേസ് ടൈം കോളിലേക്ക് നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഉള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വിൻഡോസ് ഡിവൈസ് ഉപയോഗിക്കുന്ന വ്യക്തിക്കോ കയറണമെങ്കിൽ ആ ലിങ്ക് വഴി കയറാൻ പറ്റും. അപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ തന്നെ വേണമെന്നില്ല, അല്ലാത്ത ഡിവൈസിൽ കൂടിയും നമുക്ക് ആ ലിങ്ക് വഴി ആ ഫേസ് ടൈം കോളിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഗ്രിഡ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ലിങ്ക് എന്ന് പറഞ്ഞ കാര്യം, ഈ ഫേസ് ടൈം ലിങ്ക് ഉണ്ടാക്കുന്ന കാര്യം നമുക്കൊരു കോളിനകത്ത് ഇരിക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പുറത്ത് വെച്ചും ചെയ്യാൻ പറ്റും. അതായത് ഫേസ് ടൈം ആപ്പ് തുറക്കുമ്പോഴും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ കണ്ടിരുന്നത്. അതും ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് നല്ല ഉപയോഗകരമായ ഫീച്ചേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഇനി വരാൻ പോകുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ പ്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഷെയർ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫേസ് ടൈം കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഏതെങ്കിലും വ്യക്തിയായിട്ട് ഫേസ് ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മ്യൂസിക് ഷെയർ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീൻ തന്നെ കാണിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടില്ല. അത് മാത്രമല്ല, ഈ ഫീച്ചർ വന്നു കഴിയുമ്പോൾ മിക്കവാറും നമുക്ക് ഈ iPhone SE ഫസ്റ്റ് ജനറേഷൻ അതനക്കത്തെ ഫോൺസിനകത്തൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇതാണ് ഫേസ് ടൈം കോളിനകത്ത് വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഫേസ് ടൈം എന്ന് പറഞ്ഞ ആപ്പിനകത്ത് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് മെസ്സേജ് വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ മെസ്സേജ് വന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതും അത്യാവശ്യം വലുതാണ്. അത് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ മെസ്സേജിനകത്ത് വന്നേക്കുന്ന മാറ്റങ്ങളെല്ലാം നമുക്ക് ഈ പഴയ ഫോണിൽ കിട്ടുന്നുണ്ട്.
അത് മെസ്സേജിനകത്തുള്ള ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെസ്സേജ് കയറുവാണെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കോൺടാക്റ്റിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസ് എല്ലാം കൂടെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് നമുക്കിത് കാണുമ്പോൾ ഉള്ള ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ഈ എല്ലാ ഫോട്ടോസ് ഒരുമിച്ച് കാണണമെങ്കിൽ പോലും ഒരു ഗ്രിഡായിട്ട് അത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഫോട്ടോസിനകത്ത് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന കാര്യമാണ്. അതായത് ഈ ഫോട്ടോസ് ഒരുപാട് കിട്ടാൻ നേരത്ത് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നല്ലോണമാണ് കിട്ടിയേക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീമോജിക്കകത്ത് കുറേ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് മീമോജിയെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയർഡ് വിത്ത് യു സെക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം മെസ്സേജ് വരുന്നുണ്ട്. അത് നമുക്ക് മെസ്സേജിനകത്ത് ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഫോട്ടോയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ആ ഫോട്ടോ എന്ന് പറഞ്ഞ കാര്യം ഷെയർ ചെയ്തത് ഇന്ന കോൺടാക്റ്റ് എന്നുള്ള കാര്യം നമ്മുടെ ഫോട്ടോസ് ആപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് ആപ്പിനകത്ത് നമ്മൾ ഏതൊരു ഫോട്ടോ നോക്കുവാണെങ്കിൽ നമുക്ക് അതിൽ ഷെയർ ചെയ്ത ഫോട്ടോ ആണെങ്കിൽ അവിടെ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതും ഫോട്ടോസിനകത്ത് മാത്രമല്ല, ഇപ്പോൾ സഫാരിക്കകത്ത് പോലും നമുക്കൊരു ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ലിങ്ക് നമുക്ക് മെസ്സേജ് വന്നതാണെങ്കിൽ നമ്മൾ സഫാരി ആപ്പിൽ കയറുമ്പോഴും ആ ലിങ്ക് നമുക്കവിടെ കാണിക്കും. ഈ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്തേക്കുന്ന ഇന്ന കോൺടാക്റ്റ് ആണ്. അത് നമുക്ക് സഫാരി ആപ്പിനകത്തും കൂടെ അല്ല, നമുക്ക് വേറെ ആപ്സിനകത്തും ഉണ്ട്. അതായത് നമുക്ക് ആപ്പിൾ മ്യൂസിക്കിനകത്തും ആപ്പിൾ പോഡ്കാസ്റ്റിനകത്തും ഒക്കെ ഇങ്ങനെ ഷെയർഡ് വിത്ത് യു കാര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജിനകത്ത് ആരെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ന ആപ്പിനകത്ത് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ ഏറ്റവും വലിയ കാര്യം. അത് നമുക്ക് ഫേസ് ടൈമും മെസ്സേജിനകത്ത് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ടാമത് വന്നേക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് പുതിയതായിട്ട് കിട്ടിയേക്കുന്ന വിഡ്ജറ്റ്സും അതേ കണക്കിന് ഇപ്പോൾ ഉള്ള വിഡ്ജറ്റ്സിനകത്തുള്ള മാറ്റങ്ങളുമാണ്. അതിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ ആദ്യം തന്നെ ക്ലോക്ക് വിഡ്ജറ്റിനകത്ത് നമുക്കൊരു പുതിയ സ്കിന്നുള്ള രീതി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അത് മാത്രമല്ല വെതർ വിഡ്ജറ്റിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കലണ്ടർ വിഡ്ജറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ചെറിയ സൈസ് വിഡ്ജറ്റ് ഇടുവാണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് ഫുൾ കലണ്ടർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതായത് എനിക്ക് ഈ കലണ്ടറിനകത്ത് തന്നെ ഇങ്ങനെ ചെറിയ വിഡ്ജറ്റ് സൈസിനകത്ത് ഈ മൊത്തത്തിലുള്ള വലിയ കലണ്ടർ ഫോമാറ്റ് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇനി നമുക്ക് പുതിയ വിഡ്ജറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ പുതിയതായിട്ട് കിട്ടിയ വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയേണ്ടത് നമുക്കൊരു ഫൈൻഡ് മൈ വിഡ്ജറ്റ് വരുന്നുണ്ട്. അതിന് നമുക്ക് പല സൈസിലാണ് അത് കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ഗെയിംസിൻ്റെ വിഡ്ജറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പല സൈസിന് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്ലീപ്പ് വിഡ്ജറ്റ് നോക്കുവാണെങ്കിൽ അതിന് നമുക്കൊരു ഒറ്റ സൈസിലുള്ള വിഡ്ജറ്റ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ അത് നമുക്ക് ഗുണകരമായ ഒരു വിഡ്ജറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ് മെയിൽ വിഡ്ജറ്റ് ഉണ്ട്, അതും പല സൈസിലുണ്ട്. അതും ഇത് ഏറ്റവും വലിയൊരു അത്യാവശ്യം ഒരു വിഡ്ജറ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ അടുത്തൊരു വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോർ വിഡ്ജറ്റാണ്. അതായത് ആപ്പ് സ്റ്റോർ ടുഡേ വിഡ്ജറ്റാണ്. അപ്പോൾ അതെനിക്ക് വലിയ ഉപയോഗമുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കോൺടാക്ട്സോ അങ്ങനത്തെ വിഡ്ജറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വിഡ്ജറ്റ്സ് എല്ലാം കൊള്ളാം. ഈ പുതിയതായിട്ട് കിട്ടിയ വിഡ്ജറ്റ്സ് എല്ലാം കൊള്ളാം. അത് മാത്രമല്ല ഇപ്പോൾ ഉള്ള വിഡ്ജറ്റിനകത്ത് വന്ന മാറ്റങ്ങളും കൊള്ളാം. പക്ഷേ നമുക്ക് ഈ വിഡ്ജറ്റിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്കിത് ലൈവായിട്ട് നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഡ്ജറ്റ് അല്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. നമ്മൾ മൂന്നാമത്തെ പുതിയ ഫീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയാൽ എങ്ങനെ ഇരിക്കും, അതിനെ വേണമെങ്കിൽ നമുക്ക് ഫോക്കസ് എന്ന് പറയാൻ പറ്റും. അതായത് ഫോക്കസ് എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്കിപ്പോൾ സെറ്റിംഗ്സ് ആപ്പിൽ കയറുവാണെങ്കിൽ പോലും ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ ഐക്കണിനകത്താണ് വന്നേക്കുന്നത്. അത് നമ്മൾ ആ സെക്ഷൻ എടുക്കുവാണെങ്കിൽ, അതായത് നമ്മൾ ആ സെറ്റിംഗ് എടുക്കുവാണെങ്കിൽ അത് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഡു നോട്ട് ഡിസ്റ്റർബ് ആണ്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ കുറേ ഫോക്കസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു വർക്കിൻ്റെതോ അല്ലെങ്കിൽ ഒരു പേഴ്സണലോ അല്ലെങ്കിൽ സ്ലീപ്പോ അല്ലെങ്കിൽ നമുക്കൊരു കസ്റ്റം പേര് കൊടുത്ത്, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്ത് തന്നെ ഒരു ഫോക്കസ് ഓപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫോക്കസ് സെറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റും. അത് ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഒരു തടസ്സം വരാതെ നമുക്ക് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിനകത്ത് ഒരു സെറ്റിംഗ് ഉണ്ടാക്കിയിടുന്ന കണക്കാണ്. അത് നമുക്കിപ്പോൾ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള രീതി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് കോൾസ് എല്ലാം സൈലൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും കാണാത്ത രീതിയിലാക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനായിട്ടാണ് നമുക്ക് ഈ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ് വന്നേക്കുന്നത്. അത് നമുക്ക് ഈ ഫോക്കസ് എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആൾക്കാരെ നമുക്ക് അറിയിപ്പിക്കാൻ പറ്റും നമ്മൾ ഇന്നൊരു ഫോക്കസ് കാര്യം ഓൺ ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സെറ്റിംഗ് ഓൺ ചെയ്തിട്ടേക്കുമെന്ന് അറിയിപ്പിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർ കാണിക്കും നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ സൈലൻ്റ് ആണെന്നുള്ള കാര്യം. അത് നമുക്ക് ഈ ഫോക്കസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ സെറ്റിംഗ്സ് ആപ്പിൽ കയറി ഓൺ ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ കൂടെ തന്നെ നമുക്ക് ഇതിനെ ഓൺ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഫോക്കസ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലേക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്ന രീതിയിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫീച്ചർ. നാലാമത്തെ ഫീച്ചറിലേക്ക് പോകുകയാണെങ്കിൽ അത് നമുക്ക് സഫാരി ആപ്പിനകത്ത് വന്ന അപ്ഡേറ്റ്സ് ആണ്. സഫാരി ആപ്പിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ ഈ ആപ്പ് എടുക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് മേളിലായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു സെക്ഷൻ നമുക്ക് മേളിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ താഴേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് മാറുന്നതുകൊണ്ട് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്ക്രീനുള്ള അല്ലെങ്കിൽ വലിയ ഒരു ഡിവൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു iPhone 12 Pro Maxോ അങ്ങനത്തെ എന്തെങ്കിലും ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് താഴെ ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ടാബായിട്ടാണ് തുറന്നു തരുന്നത്. അപ്പോൾ ഈ ടാബിനകത്ത് തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ടാബായി കഴിയാൻ നേരത്ത് ഇതൊരു ടാബായി മാറി കഴിയാൻ നേരത്ത് നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ അടിയിലത്തെ ഈ പോർഷനൊക്കെ നല്ലോണം താഴേക്ക് പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് കാണിക്കുന്ന രീതി മാറും. അത് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ ആ വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി കിട്ടും. പിന്നെ അതിലൂടെ തന്നെ ടാബ്സിനകത്ത് തന്നെ അടുത്തൊരു ടാബ് തുറക്കുന്ന രീതിയും അല്ലെങ്കിൽ നമുക്ക് ടാബിൽ കൂടെ സ്വൈപ്പ് ചെയ്ത് മാറ്റുന്ന രീതി മാറിയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ടാബ് ഓപ്പൺ ആയി വരും. അത് കണക്കെ നമുക്ക് പഴയ ടാബിലേക്ക് പോകണമെങ്കിൽ തിരിച്ച് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ രീതിയിലും ഈ ടാബിൻ്റെ കാര്യങ്ങളെല്ലാം
കാര്യങ്ങളെല്ലാം നല്ലോണം മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടാബ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനകത്ത് നമ്മളൊരു റിസർച്ച് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റി മാത്രം നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയൊരു ടാബ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആ ടാബ് ഗ്രൂപ്പ് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ടാബ് ഗ്രൂപ്പിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കുറേ ടാബ് തുറന്നിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിവിടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഫോണിൻ്റെ കൂടെ തന്നെ ഒരു മാക്ബുക്കോ അല്ലെങ്കിൽ ഒരു ഐപാഡോ ഉണ്ടെങ്കിൽ നമ്മളതിനകത്ത് ഏതെങ്കിലും ഒരു ഡിവൈസിനകത്ത് ഒരു ടാബ് ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഡിവൈസിനകത്തും ആ ടാബ് ഗ്രൂപ്പ് കിട്ടും. പക്ഷെ നമുക്ക് ഈ എല്ലാ ഡിവൈസും ഈ പുതിയ സോഫ്റ്റ്വെയറിലായിരിക്കണം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന അടുത്ത മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ഡിക്റ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോയിസ് ഡിക്റ്റേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിലോ അത് ചെയ്യാൻ പറ്റും. പിന്നെ അവസാനം വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഫാരിക്കകത്ത് iOSൻ്റെ സഫാരി ആപ്പിനകത്ത് തന്നെ നമുക്ക് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രൈവസി അപ്ഡേറ്റ്സും പിന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള അടുത്ത ഫീച്ചറിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതർ ആപ്പിനകത്ത് വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ വെതർ ആപ്പിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് വെതർ ആപ്പ് നല്ലോണം തന്നെ ഒരു റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെതർ ആപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വെതർ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടുള്ള ലുക്കാണ്. അത് മാത്രമല്ല കുറച്ചും കൂടെ ഒരു ലൈവ്ലി എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആനിമേഷൻസ് എല്ലാം ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ കാണിക്കുന്ന ഇൻഫർമേഷനകത്ത് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ വെതർ ആപ്പിനകത്ത് കിട്ടിയ അപ്ഡേറ്റ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ്. ഇനി അടുത്ത ഫീച്ചർ നമ്മുടെ ആറാമത്തെ ഫീച്ചറാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സിസ്റ്റത്തിനകത്ത് വന്ന വ്യത്യാസങ്ങളാണ്. അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ സിസ്റ്റത്തിനകത്ത് കുറച്ച് മാറ്റങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ സെൻറ്റർ എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ മെസ്സേജിനകത്ത് നമുക്ക് കോൺടാക്റ്റിൻ്റെ ഇൻഫർമേഷൻ കാണിച്ചിട്ട് കോൺടാക്റ്റിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ വേറൊരു ആപ്പിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ ആ ആപ്പിൻ്റെ ഐക്കൺ വലുതായിട്ട് കാണിച്ചിട്ട് ആ നോട്ടിഫിക്കേഷൻ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ പുറമേ നോട്ടിഫിക്കേഷൻ സമ്മറി എന്നൊരു കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ സമ്മറി എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ കാണിക്കണമെങ്കിൽ ഇത് കുറച്ച് നാൾ ഈ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ പ്രോപ്പറായിട്ട് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു AI കാര്യമാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ അത് നമുക്ക് ഈ iPhone SEയിൽ വരുമെന്ന് അറിഞ്ഞൂടാ. ഇതുവരെ അതിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് അപ്ഡേറ്റ് കിട്ടുമെന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാമെന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യം ഇതിനകത്ത് വന്നിട്ടില്ല. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ ഫീച്ചറാണ്. അതെന്ന് പറഞ്ഞാൽ ഫോട്ടോസ് ആപ്പിനകത്ത് വന്ന വ്യത്യാസങ്ങളാണ്. ഫോട്ടോസ് ആപ്പിനകത്ത് ആദ്യം തന്നെ നമ്മൾ മെമ്മറി സെക്ഷൻ എടുക്കുവാണെങ്കിൽ ഈ മെമ്മറി സെക്ഷനിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മെമ്മറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കുന്ന രീതി മാറിയിട്ടുണ്ട്. അതായത് കുറച്ചും കൂടെ പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് ആപ്പിൾ മ്യൂസിക്കിൽ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റും നിങ്ങളൊരു ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബർ ആണെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ഫോട്ടോയ്ക്കകത്ത് തന്നെ നമ്മൾ ഫോട്ടോയുടെ ഇൻഫർമേഷൻ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫോട്ടോസ് ആപ്പിനകത്ത് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ എട്ടാമത്തെ പുതിയ ഫീച്ചറാണ്. അതെന്ന് പറഞ്ഞാൽ മാപ്സിനകത്ത് കിട്ടിയ അപ്ഡേറ്റ്സ് ആണ്. ഈ മാപ്പിനകത്ത് വന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ആപ്പിൾ മാപ്പിൽ വന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ വലിയ ഗുണം വരത്തില്ല. കാരണം ഈ പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ചില സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നമുക്കിവിടെ iPhone SE ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ iPhone 6s 6s Plus ഒക്കെ എടുക്കുവാണെങ്കിൽ അതിനകത്ത് പകുതി കൂടുതൽ ഫീച്ചേഴ്സും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ ഹൈപ്പുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സിറ്റീസിനകത്ത് കുറച്ചുകൂടെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ളൊരു മാപ്പ് വ്യൂ കാണിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് റോഡ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണിക്കും. പിന്നെ അവിടെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ iPhone SE ഫസ്റ്റ് ജനറേഷനിൽ കാണിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അടുത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഡ്രൈവിംഗ് മോഡും അതിനൊക്കെ തന്നെ നമുക്ക് പുതിയൊരു ട്രാൻസിറ്റ് ഫീച്ചറും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എത്രത്തോളം വർക്ക് ആവുന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ ചില സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇന്ത്യയിലൊന്നും ഒരു സിറ്റീനകത്ത് ഇത് കിട്ടുന്നുമില്ല. പിന്നെ അവസാനത്തെ ഒരു കാര്യം അത് ഈ ഡിവൈസിനകത്തൊന്നും ഇല്ല, ഈ പഴയ ഡിവൈസിനകത്തൊന്നും ഇല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മേഴ്സീവ് വാക്കിംഗ് ഇൻസ്ട്രക്ഷൻ ഫീച്ചറാണ്. അതായത് നമുക്കിപ്പം നടക്കുന്ന രീതിക്ക് വേണ്ടിയുള്ള കറക്റ്റായിട്ട് വളരെ ഒരു AI ഫോമാറ്റിനകത്ത് കാണിക്കുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് ജനറേഷൻ iPhone SEക്കകത്തും iPhone 6s കിട്ടത്തില്ല. കാരണം നമുക്ക് A12 ബയോണിക് ചിപ്പ് അല്ലെങ്കിൽ അതിന് മേളിലുള്ള പ്രൊസസ്സർ വരുന്ന iPhones മാത്രമേ അത് കിട്ടൂ. ഇനി അടുത്ത ഫീച്ചർ, ഒമ്പതാമത്തെ പുതിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട്ലൈറ്റ് സെർച്ചിനകത്ത് വന്ന വ്യത്യാസങ്ങളാണ്. അത് നമുക്ക് ഈ ഫീച്ചർ നമ്മുടെ ഈ എല്ലാ പഴയ ഫോൺസിനകത്തും വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ട്ലൈറ്റ് സെർച്ച് കുറച്ചുകൂടെ ബെറ്റർ ആവുകയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാണിക്കും. നമ്മളിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് ഇൻഫർമേഷൻ കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഫോട്ടോ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫോട്ടോസിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഫോട്ടോസ് ആപ്പിനകത്തുള്ള കാര്യം സെർച്ച് ചെയ്താൽ അത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു കോൺടാക്റ്റ് സെർച്ച് ചെയ്താൽ പോലും ആ കോൺടാക്റ്റിൻ്റെ ആ ഇൻഫർമേഷൻ കാണിക്കുന്നത് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പത്താമത്തെ പുതിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ iCloud Plus എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ iCloud Plus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ iCloud സർവീസിൻ്റെ കൂടെ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കിട്ടുന്നൊരു കാര്യമാണ്. അത് ഈ iCloud സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സബ്സ്ക്രിപ്ഷൻ സർവീസാണ്. നമ്മൾ കാശ് കൊടുത്ത് മാസം തോറും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു സർവീസാണ്. അപ്പോൾ അതിനൊക്കെയാണ് ഈ iCloud Plus എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇതിനകത്തും കാശ് കൊടുത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ iCloud Plus സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് റിലേ ഫീച്ചർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ സഫാരി ബ്രൗസിംഗ് ആക്ടിവിറ്റിയൊക്കെ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു VPN കണക്കാണ്. അല്ലെങ്കിൽ നമുക്ക് മറച്ചു വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് മാറ്റി കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു VPN സർവീസ് കണക്കാണ്. പിന്നെ അടുത്ത വരാമോണ ഫീച്ചർ, അത് ഇപ്പോൾ അവൈലബിൾ അല്ല, പക്ഷേ അടുത്ത വരാമോണ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ iCloud Plusനകത്തുള്ള കാര്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സും
ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു റാൻഡം ആയിട്ടൊരു മെയിലിന് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ അതിനൊക്കെ വേറൊരു ഫീച്ചറും കൂടി ഇതിനകത്ത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോം കിറ്റ് സെക്യൂർ വീഡിയോ സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ iCloud പ്ലസ് എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 10ാമത്തെ ഫീച്ചറായിരുന്നു. ഇനി അടുത്ത 11ാമത്തെ പുതിയ ഫീച്ചറിലേക്ക് പോകുകയാണെങ്കിൽ അത് സിറിക്കകത്ത് വന്ന അപ്ഡേറ്റ്സ് ആണ്. ഇപ്പോൾ സിറിക്കകത്ത് അപ്ഡേറ്റ്സ് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ പഴയ ഡിവൈസിനകത്ത് എല്ലാം ഒന്നും കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറി കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിനോട് തന്നെ സിറിക്ക് ഇപ്പം സ്ക്രീനകത്തുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെയുള്ള ഏറ്റവും ഹൈപ്പുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈൻ സിരി സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് നെറ്റ് ഇല്ലാത്ത സമയത്ത് പോലും സിരി വർക്ക് ആവുന്ന ഒരു കാര്യം കിട്ടുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഈ പഴയ ഡിവൈസ് വർക്ക് ആവത്തില്ല. അത് വർക്ക് ആവണമെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് A12 ബയോണിക് ചിപ്പ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഐഫോൺസിനകത്ത് മാത്രമേ ആ ഫീച്ചറും വർക്ക് ആവും. അപ്പോൾ ഇത് നോക്കിയ സ്ഥിതിക്ക് നമുക്ക് 12ാമത്തെ പുതിയ ഫീച്ചറിലേക്ക് പോകാം. അതെന്ന് പറഞ്ഞാൽ വാളറ്റ് ആപ്പിനകത്ത് വന്ന അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ വാളറ്റ് ആപ്പിനകത്ത് നമുക്ക് വാളറ്റ് ആപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു കുറവായിരിക്കും. ചില പാസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് വാളറ്റ് ആപ്പിനകത്ത് പുതിയതായിട്ട് വരാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹോം കീ അല്ലെങ്കിൽ നിങ്ങളുടെ ഗരാജ് കീ അതൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്. പക്ഷേ അതും നമുക്കിവിടെ ഈ പഴയ ഡിവൈസിനകത്ത് കിട്ടുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞുള്ള വേറൊരു കാര്യം ID കാർഡ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ID കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതെന്ന് പറയുന്നതും നമുക്ക് ഇന്ത്യയിലില്ല, US ചില സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് ഈ പഴയ ഡിവൈസിൽ കിട്ടേണ്ട ഒരു കാര്യമാണ്. കാരണം അത് സേവ് ചെയ്ത് വെച്ച് നമുക്കത് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് കിട്ടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വാളറ്റ് ആപ്പിനകത്ത് വന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത 13ാമത്തെ ഫീച്ചറിലേക്ക് പോകാം. അതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആപ്പിനകത്ത് വന്ന അപ്ഡേറ്റ്സ് ആണ്. അത് ഈ ആപ്പിനകത്ത് വന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പഴയ ഫോൺസിനകത്ത് കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അത് നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഡേറ്റ കുറച്ചും കൂടെ നമുക്ക് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിവിടെ പുതിയതായിട്ടൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം കിട്ടുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിംഗ് സ്റ്റഡിനെസ് അളക്കുന്നൊരു കാര്യമാണ്. അത് നമ്മൾ നടക്കുമ്പം നമ്മൾ എത്ര സ്റ്റഡി ആയിട്ടാണ് നടക്കുന്നത്, അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഈ ആപ്പിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഹൈപ്പുള്ള കാര്യമാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ഫീച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അന്നേരം നമുക്ക് മറഞ്ഞു വീഴാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് iPhone SE ഫസ്റ്റ് ജനറേഷനിൽ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു കാര്യം ഇതിനകത്ത് വർക്ക് ആവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ വേറെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിസ്സാവുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അടുത്ത അപ്ഡേറ്റ് ആണ്. അത് നമ്മുടെ 14th ഫീച്ചർ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നമുക്ക് ഒരുപാട് മിസ്സിംഗ് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ടെക്സ്റ്റ് ക്യാപ്ചർ ആണ്. ഇത് നല്ലൊരു ഫീച്ചറായിരുന്നു. പക്ഷേ നമുക്കിത് ഒരു കാരണവശാലും നമ്മുടെ ഈ പഴയ ഫോണിനകത്ത് വർക്ക് ആവത്തില്ല. ഇത് വർക്ക് ആവണമെങ്കിൽ ആപ്പിളിൻ്റെ A12 ബയോണിക് ചിപ്പുള്ള ഫോൺ തന്നെ വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവൂ. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവ് ടെക്സ്റ്റ് ക്യാപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ലെൻസ് കണക്കാണ്. നമ്മുടെ ക്യാമറ ആപ്പ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ടെക്സ്റ്റിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റ് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നോക്കുവാണെങ്കിൽ നമുക്ക് അതിൽ കാണിക്കുന്ന ആ ടെക്സ്റ്റ് എല്ലാം കൂടെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും, അത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴും ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഫോട്ടോയ്ക്കകത്ത് ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതും കോപ്പി ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണ് ഈ ഫീച്ചർ വർക്ക് ആവേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ പഴയ ഡിവൈസിനകത്ത് ഇത് വർക്ക് ആവത്തില്ല. അത് ഈ 14ാമത്തെ ഫീച്ചറിനകത്ത് തന്നെ നമുക്ക് വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ലാംഗ്വേജ് ആണെങ്കിൽ പോലും നമുക്ക് അതിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ഈ പഴയ ഡിവൈസിനകത്ത് കിട്ടുന്നില്ല. അതിനൊക്കെയാണ് നമ്മുടെ 15ാമത്തെ ഫീച്ചറും. 15ാമത്തെ ഫീച്ചർ നമ്മുടെ ഈ ഫോൺസിനകത്തൊന്നും വർക്ക് ആവത്തില്ല, ഈ പഴയ ഫോൺസിലൊന്നും വർക്ക് ആവത്തില്ല. അതും 15ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വിഷ്വൽ ലുക്കപ്പ് ഫീച്ചറാണ്. അപ്പോൾ ഇത് വർക്ക് ആവണമെങ്കിലും A12 ബയോണിക് ചിപ്പ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രൊസറുള്ള ഫോൺസിൽ മാത്രമേ വർക്ക് ആവൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോയ്ക്കകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എന്തോന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കത് ഞെക്കി കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിനെ പറ്റിയുള്ള റിസൾട്ട് കാണിക്കണം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്തോന്ന് കാണിക്കണം. അപ്പോൾ വിഷ്വൽ ലുക്കപ്പ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒരു AI ബേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാകാം ഈ അവസാനത്തെ 2 ഫീച്ചർ നമുക്ക് ഈ പഴയ ഫോൺസിനകത്ത് കിട്ടാത്ത. കാരണം ഇത്രയും വലിയ കോംപ്ലക്സ് ആയ ഒരു AI ഫീച്ചർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ പവർഫുൾ ആയ പ്രൊസർ തന്നെ വേണം. അപ്പോൾ അതല്ല നമുക്ക് ഈ പഴയ ഫോൺസിൽ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ iPhone SE ഫസ്റ്റ് ജനറേഷനകത്തും അതേകണക്കിന് iPhone 6s ,6s Plus ഈ ഫീച്ചേഴ്സ് വർക്ക് ആവത്തില്ല. പക്ഷേ നമുക്കിവിടെ വേറെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെറ്റിംഗ്സ് ആപ്പ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടാണ് ഈ ആപ്പിനകത്തുള്ള ലേ ഔട്ട് എല്ലാം വന്നേക്കുന്നത്. ഇൻഫർമേഷൻ എല്ലാം കുറച്ചുകൂടെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്ര വാൾപേപ്പർ പുതിയത് കിട്ടും എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ബേറ്റ 1 ഒരൊറ്റ വാൾപേപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ വാൾപേപ്പറിനകത്ത് തന്നെ നമ്മുടെ ഫോണിനകത്ത് ലൈറ്റ് മോഡാണ് ഓൺ ചെയ്തിട്ടേക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലായിരിക്കും വാൾപേപ്പർ നിൽക്കുന്നത്. അതിന് വരെ ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ നേരത്ത് ആ വാൾപേപ്പറിൻ്റെ ടോണും മാറുന്നുണ്ട്. അത് ഈ വാൾപേപ്പർ അത്യാവശ്യം നല്ലൊരു വാൾപേപ്പർ തന്നെയാണ്. പിന്നെ അവസാനമായിട്ട് വേറെ കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിഫയർ ആപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മാഗ്നിഫയർ ആപ്പ് എന്ന് പറയുന്നത് പണ്ട് കൺട്രോൾ സെൻറ്ററിനകത്തുള്ളൊരു സെറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു ആപ്പായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് iOS 15 വന്നേക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്കറിയാം മിക്ക ഫീച്ചേഴ്സും നമ്മുടെ ഈ പഴയ ഫോണായ iPhone SE അല്ലെങ്കിൽ iPhone 6s, 6s Plus വർക്ക് ആവും. പക്ഷേ AI ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ അല്ലെങ്കിൽ നമുക്ക് പെർഫോമൻസ് കുറച്ചുകൂടെ കൂടുതൽ വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് വർക്ക് ആവാത്തത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കംപ്ലയിൻറ്റ് പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ഫോൺസിനകത്ത് ഇങ്ങനൊരു അപ്ഡേറ്റ്, ഇത്രയും പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വരേണ്ട ഒരു കാര്യം പോലും ഇല്ല. അത് ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഉണ്ട്. അതിലൂടെ തന്നെ നമുക്ക് പ്രൈവസി അപ്ഡേറ്റ്സും വരുന്നുണ്ട്. പ്രൈവസിക്കകത്ത് തന്നെ മെയിലിനകത്ത് തന്നെ പുതിയ പ്രൈവസി സെറ്റിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പഴയ ഫോൺസ് പോലും നമുക്ക് ബാറ്ററിക്കകത്ത് ഇഷ്യൂ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബാറ്ററി മാറ്റിയ ഫോൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2022 വരെ ഒരു കുഴപ്പമില്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണായി മാറിയിട്ടുമുണ്ട്.
അത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബീറ്റ 1 അപ്ഡേറ്റ് ആയിട്ട് പോലും ഇതിനകത്ത് അങ്ങനെ പെർഫോമൻസ് ഇഷ്യൂസ് അധികം കാണുന്നില്ല. പിന്നെ ബാറ്ററിക്കകത്തും അധികം ഇഷ്യൂസ് ഒന്നും ഇല്ല. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ പഴയ ഫോൺസിനകത്ത് പെർഫോമൻസ് ഇഷ്യൂസോ ബാറ്ററി ഇഷ്യൂസോ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അത് ഇനിയിപ്പോൾ ബീറ്റ വേർഷൻസ് മാറി നമുക്ക് പബ്ലിക് വേർഷനിലേക്ക് വരാൻ നേരത്തെ തന്നെ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരികയും വേണം. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ നടന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.